ഹലോ സെക്കൻഡ് സാറ്റർഡേ ആയിട്ട് നീ എവിടെ പോയി കിടക്കുക? അമ്മേ നിങ്ങൾ ഇറങ്ങിക്കോ, ഞാൻ എത്തിക്കോളാം. ഇപ്പൊ തന്നെ ഒരുപാട് സമയമായി. നീ ഇനി എപ്പോ എത്താനാ? നിങ്ങൾ പൊക്കോ, ഞാൻ ക്ലാസ്സിന് മുമ്പ് എത്തിക്കോളാം. എക്സ്ക്യൂസ് മീ, ഇന്റർവ്യൂനാണോ? അല്ലടാ, ഞാനിവിടുത്തെ മാനേജറാ. എന്തൊക്കെ അറിയണം അവന്. ഓക്കെ മിസ്റ്റർ കെവിൻ ജോർജ്, ഈ ഇൻ്റർവ്യൂവിൽ പ്രധാനമായും 2 കാര്യങ്ങളാണ് നോക്കുന്നത്. ഫസ്റ്റ്, യുവർ നോളജ് ലെവൽ ആൻഡ് യുവർ സ്കിൽ. നൗ ആർ യു റെഡി? യെസ് സാർ. ഓക്കെ. What programming language do you have worked with? സി, സി പ്ലസ് പ്ലസ്, പൈതൺ, ജാവ, ഫ്ലട്ടർ, ഫുൾ സ്റ്റാക്ക്. Okay, good. Let me ask some question about C language. What are the features of C language? C language is a very simple programming language and it is very easy to learn. It is a mid-level programming language. What is the demand for the Python developers? There is a high demand for Python developers in job market. It is a versatile programming language and there is a high demand for it. പപ്പ, ഞാൻ ഇവിടുന്ന് ഇറങ്ങി, ഇപ്പം എത്തും. കെവിനെ, ഇന്ന് പോയിട്ട് എന്താ എടാ? Explain the features of Flutter. Flutter is it is a very good programming language. It is very nice programming language. I like this programming language very much. Okay. Why this job? In our society, no job, very problem. You give this job to me, I will work hard. Please give this job. ഇറങ്ങി പോടാ അവിടുന്ന്. എന്നാ പിന്നെ തള്ളക്ക് മലയാളത്തിൽ പറഞ്ഞൂടെ? കെവിനെ, ആ എന്തായി പോയിട്ട്? കുഴപ്പമൊന്നുമില്ല, പക്ഷെ അവർക്ക് എൻ്റെ അത്തരം കഴിവുള്ളവരൊന്നും വേണ്ടെന്ന് തോന്നണേ. ഓ, അപ്പൊ അതും പോയല്ലേ? ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നിന്നെ കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല. നീ വിഷമിക്കണ്ടാ, നിന്റെ കഴിവുകൾ ലോകം ഒരു അംഗീകരിക്കും. പക്ഷേ പിറ്റേ ദിവസം ലോകം അവസാനിക്കും. ഓ, നെഗറ്റീവ്. നീ സെക്കൻഡ് സാറ്റർഡേ പോയപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇത് കിട്ടൂലെന്ന്. അതിനിപ്പോൾ എന്താ അമ്മേ, ഞാൻ ക്ലാസ്സിന് മുമ്പ് തിരിച്ചെത്തിയില്ലേ. എടാ, നിനക്ക് വേറെ എന്തെങ്കിലും ജോലിക്ക് പോയിക്കൂടെ? വല്ല പെയിന്റിങ്ങിനോ ഡ്രൈവിങ്ങിനോ അങ്ങനെ എന്തെങ്കിലും അല്ലേ? മേലെ നീ പണിയെടുക്കാനൊന്നും എന്നെ കിട്ടില്ല. എനിക്ക് എൻ്റെ ലൈഫിനെ കുറിച്ച് വ്യക്തമായ പ്ലാനിങ് ഉണ്ട്. നിന്റെ പ്ലാനിങ് ഒക്കെ എനിക്കറിയാ. നീയൊക്കെ പുച്ഛിച്ചോ, എനിക്കൊരു ജോലിയൊക്കെ സെറ്റായി വരുന്നുണ്ട്. അത്രയും ഗതികെട്ട കമ്പനിയൊക്കെ കേരളത്തിലുണ്ടാ? ഇന്നത്തേക്കുള്ളതായില്ലേ? എന്റെ മുമ്പ് പോയി തുടങ്ങിക്കോ.
ഡാ കെവിനെ, നാളെ ഇനി നിനക്ക് വല്ല ഇൻ്റർവ്യൂ ഉണ്ടോ? ആ അതിനമ്മേ ഇനി കേരളത്തിൽ പുതിയ കമ്പനി വല്ലതും വരണ്ടേ? അമ്മേ ചോറായാ? ആടാ അടുക്കളയിലുണ്ട്. കുറച്ചെടുത്തോളം ഓയിൽ പുത്ത്. എന്നാ നിങ്ങൾ എൻ്റെ ചെറുക്കനെ കളിയാക്കുന്നേ? അല്ല പപ്പ, ഇന്റർവ്യൂ. എടാ നാളെ ഇന്റർവ്യൂ ഉണ്ടോടാ? അമ്മേ കുറച്ച് ചോറ് ഇവിടെയും. കെവിനെ, നീ പറഞ്ഞ കാര്യം ഏകദേശം സെറ്റായിട്ടുണ്ട്. നീ ഫ്രീ ആകുമ്പോൾ വിളിക്ക്. എടാ എന്തായി? ഞാൻ അന്വേഷിച്ചു. ഇപ്പോൾ ഒരു വേക്കൻസി ഉണ്ട്, പക്ഷേ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും മസ്റ്റാണ്. അതാണ് ഒരു സീൻ. എൻ്റെ കാര്യം നിനക്കറിയാലോ. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് നടക്കുന്നു തോന്നണില്ലടാ. കാരണം അവർ നല്ലൊരു സാലറി പാക്കേജാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എടാ എനിക്ക് ജോലി അത്യാവശ്യമാടാ. വേറെന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? ഇതിൽ ഞാനിപ്പോൾ എന്താ ചെയ്യുക? എടാ വേറെന്തെങ്കിലും വഴി കൂടെ നിനക്ക് ഡീൽ ചെയ്യാൻ പറ്റുമോ? വേറൊരു വഴിയുണ്ട്, പക്ഷെ നിന്നെ കൊണ്ട് പറ്റുമോയെന്ന് അറിയില്ല. നീ കാര്യം പറ. ഇവിടുത്തെ HR എൻ്റെ കോളീഗാണ്. ആള് വിചാരിച്ച കാര്യങ്ങൾ നടക്കും. ഒരു 4-5 ലക്ഷമൊക്കെ മറക്കേണ്ടി വരും. അതാവുമ്പോൾ ഡോക്യുമെന്റ്സ് ഒക്കെ പുള്ളി ക്ലിയർ ആക്കി തരും. അതെന്തിനാണ് ഇത്രയും പൈസ? ഇതൊരു എഗ്രിമെന്റിന്റെ ബേസിലാണ്. ഈ എമൗണ്ട് ഒക്കെ നിന്റെ സാലറിയുടെ കൂടെ ക്രെഡിറ്റ് ആയിക്കോളും. ഇതൊന്നും വലിയ സീനില്ലടാ. എടാ 4-5 ലക്ഷം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അറേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കില്ലടാ. വേറെ എന്തെങ്കിലും വഴിയുണ്ടോ? ഞാൻ നോക്കിയിട്ട് ഈ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. എടാ ഇത് നടക്കുന്ന ഉറപ്പാണോ? ഇത് കിട്ടുകയാണെങ്കിൽ നിന്റെ ലൈഫ് സെറ്റാണ്. നീ ആലോചിച്ച് നല്ലൊരു ഡിസിഷൻ എടുക്ക്. എന്നാ ഓക്കെ. ശരിടാ. ഹലോ ചേട്ടാ. ആടാ പറയടാ. ചേട്ടാ എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് കാശ് വേണമല്ലോ. എത്രയാടാ? ഒരു 5 ലക്ഷം. 5 ലക്ഷമോ? 5 ലക്ഷമൊക്കെ എങ്ങനെ ഒപ്പിക്കാനാടാ? അർജൻറ്റാടാ, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എടാ ഒരു 19,000 ആണെങ്കിൽ നോക്കായിരുന്നു. ഇത് ഒറ്റയടിക്ക് ഇത്ര എമൗണ്ട് നടക്കൂലടാ. നിനക്ക് വല്ല ലോൺ കിട്ടാൻ നോക്കായിരുന്നില്ലേ? സോറി. ഞാനതൊക്കെ ട്രൈ ചെയ്ത് നോക്കിയതാ, സെറ്റായില്ല. എടാ അങ്ങനെയാണെങ്കിൽ ഒരു വഴിയുണ്ട്. എന്ത് വഴി? നീ നാളെ ഫ്രീ ആണോ? നമുക്ക് നാളെ ഒന്ന് മീറ്റ് ചെയ്താലോ? അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ശരിടാ എന്നാ. രണ്ട് വളയാ? എന്തേ നിനക്ക് വേണോ? ആ. ഒരെണ്ണം വേണോ അത് 2 എണ്ണം വേണോ? ഇപ്പൊ ഒരെണ്ണം മതി. ഇത് ഒരെണ്ണം കൊടുത്ത് എത്ര കിട്ടും? ഒരു 10-350 രൂപ കിട്ടും. ഗോൾഡൊക്കെ ഇത്ര ചീപ്പായാ? ഇത് മുക്കാട പൊട്ടാ. ഒരു വഴിയുണ്ട്. ഇതിനൊക്കെ പറ്റിയ ഒരാളുണ്ട്. ആരാടാ? ആളിത്തിരി സീനാണ്, പക്ഷെ കാര്യം നടക്കും. പുള്ളി ഡോക്യുമെന്റ്സ് ഒന്നും ഇല്ലാണ്ടാണ് പൈസ കൊടുക്കുന്നത്. പക്ഷെ കൃത്യസമയത്ത് തന്നെ തിരിച്ച് പൈസ കൊടുക്കേണ്ടി വരും. അതൊക്കെ കൊടുക്കാടാ. ജോലിയൊന്നും സെറ്റായി കഴിഞ്ഞാൽ ഈ എമൗണ്ടൊന്നും എനിക്കൊരു വിഷയമല്ല. എന്നാൽ പിന്നെ നമുക്ക് ആളെ ഒന്ന് പോയി കണ്ടാലോ? ഓക്കേടാ, പോവാം. സംഭവം ആക്സിഡൻ്റ് അല്ലാന്നുള്ള കാര്യം എനിക്കും നിനക്കറിയാം. നീ വിട്ടേക്ക്, ഞാൻ ഡീൽ ചെയ്തോളാം. പക്ഷെ പറഞ്ഞ എമൗണ്ടിലോട്ട് ഒരു വിട്ടുവീഴ്ചയിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നേരിട്ട് വരുമ്പോൾ പറയാം. ജോൺ സാറേ, ഇവനാണ് ഞാൻ പറഞ്ഞ കെവിൻ. ഇതൊരു വിശ്വാസത്തിന് പുറത്തുള്ള ഡീലാണ്. എനിക്കൊരൊറ്റ കാര്യമുള്ളൂ, പറഞ്ഞ സമയത്ത് എൻ്റെ പൈസ തിരിച്ചിടണം. ആദ്യത്തെ മാസം സാലറി കിട്ടി കഴിഞ്ഞാൽ സാറ് പറഞ്ഞ പോലെ എമൗണ്ട് ഞാൻ തരാം. പിന്നീട് അങ്ങോട്ടൊരു 4 മാസം കൊണ്ട് ഫുൾ എമൗണ്ട് സെറ്റിൽ ചെയ്തേക്കാം. ഇത്ര പെട്ടെന്ന് ക്യാഷ് സെറ്റ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാര്യമൊക്കെ ശരിയാ, പക്ഷെ പറഞ്ഞ സമയത്ത് നീ പൈസ തിരിച്ചെടുത്തോളൂ. അതൊക്കെ കൊടുക്കാടാ.
ക്യാഷ് ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. ക്യാഷ് സെറ്റായെങ്കിൽ ഇന്നും നോക്കണ്ട, ബാക്കി കാര്യങ്ങൾ ഞാൻ റെഡിയാക്കടാ. നീ അക്കൗണ്ട് ഡീറ്റെയിൽസ് എൻ്റെ ഞാൻ ക്യാഷ് അയക്കാം. ഏയ് വേണ്ടടാ, ഞാനിപ്പോൾ എറണാകുളത്തുണ്ട്. നമുക്ക് നാളെ മീറ്റ് ചെയ്യാം. അതുപോലെ. എന്നാൽ ശരിടാ, നാളെ കാണാം. ഓക്കേടാ. എടി ഇവന് തന്നെ പറ്റിയടി. നിനക്കെന്താ പതിവില്ലാണ്ടൊരിളക്കം? നിങ്ങളെല്ലാവരും കേട്ടാ ഞെട്ടണ ഒരു കാര്യം ഞാൻ പറയാൻ പോവാ. നീ ആദ്യം കാര്യം പറ, എന്നിട്ട് വേണ്ട ഞെട്ടണോ വേണ്ടോന്ന് ആലോചിക്കാൻ. എനിക്കൊരു ജോലി സെറ്റായി. ജോലിയോ? വല്ല ഉടായിപ്പായിരിക്കും. എവിടാടാ? ബാംഗ്ലൂർ. ബാംഗ്ലൂരോ? അതങ്ങ് ദൂരെയല്ലേ? ഇവനെ കൊണ്ട് ഇതൊക്കെ പറ്റുമോ? എനിക്ക് പറ്റും. എടാ, അവിടെ കൂട്ടായ്മയൊക്കെ ഉണ്ടോ? അതിനിവൻ കൂട്ടായ്മയ്ക്ക് പോകുന്ന ആരുണ്ട്? അമ്മ, ഞാൻ എന്തെങ്കിലും കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ടോ? നിങ്ങളിനി അത് ഇതും പറഞ്ഞത് മുടക്കല്ലേ. ഞാൻ ആഗ്രഹിച്ച് കിട്ടിയ ജോലിയാ. കുഴപ്പമില്ലടാ, നീ എന്താന്ന് വെച്ച് ചെയ്തു. എടാ, ഫുൾ എമൗണ്ട് ഇല്ലേ? ആടാ. നീ റെഡി ആയിട്ടിരുന്നു. 3 ദിവസത്തിനുള്ള ഓഫർ ലെറ്റർ വരും. ബാംഗ്ലൂർ എത്തിയിട്ട് നീ എന്നെ വിളിച്ചാൽ മതി. നിൻ്റെ സ്റ്റേ ഒക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാം ഓക്കെ അല്ലേ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലടാ, എല്ലാം സെറ്റാണ്. ശരി. ഹലോ ഡെറിക്കേ, ഓഫർ ലെറ്റർ വന്നില്ലല്ലോടാ. എടാ, ഒരു മിനിറ്റ്, ഞാൻ കുറച്ച് തിരക്കിലാണ്. ഇപ്പോൾ തിരിച്ചു വിളിക്കാം. ആ. ഹലോ. എടാ, നീ ഒരു 2 ദിവസം കൂടി വെയിറ്റ് ചെയ്യ്. ഇവിടെ കുറച്ച് പ്രൊസീജിയേഴ്സും കൂടെ ബാക്കിയുണ്ട്. ഓക്കേടാ. The number you dialed is not in service.
ഹലോ കോഗ്നിസൺ, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു? മാഡം, ഐ ആം Calling from Kerala. ക്യാൻ ഐ സ്പീക്ക് ഇൻ മലയാളം? ഓക്കെ സർ, മലയാളത്തിൽ പറഞ്ഞോളൂ. Last month ഞാൻ ഇവിടെ ഒരു പ്രോഗ്രാമറായിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നു. സോറി സർ, 2 മാസമായിട്ട് ഇവിടെ റിക്രൂട്ട്മെന്റ് ഒന്നും നടന്നിട്ടില്ല. ഹലോ സർ, ഹലോ ഹലോ. എടാ കോൾ എടുത്തോടാ. ഞാൻ തിരിച്ചു വിളിച്ചോളാം പാപ്പേ. കെവിനെ, എന്താണ് നിനക്ക് ഫോൺ എടുക്കാനൊരു മടി? സാറേ, ഞാനത് ഈ മാസത്തെ പേയ്മെൻ്റ് ഒന്നുമില്ലല്ലേ കെവിന്? ഇതിപ്പോൾ നീ വാങ്ങിച്ചിട്ട് 1 മാസമായില്ലേ? അത് പിന്നെ സാറേ, ചെറിയൊരു പ്രശ്നമുണ്ട്. എൻ്റെ ജോലി ഇതുവരെ ശരിയായിട്ടില്ല. അത് ഞാൻ അറിയേണ്ട കാര്യമില്ലല്ലോ കെവിനെ. എനിക്ക് എൻ്റെ ക്യാഷ് കിട്ടിയാൽ മതി. എനിക്ക് കുറച്ചുകൂടി സമയം വേണം. ഹലോ ഹലോ. നിനക്ക് എന്താ പറ്റിയേ? കുറച്ച് ദിവസമായാലും ശ്രദ്ധിക്കണേ. ഡാ, എന്താണേലും ഒന്ന് പറ. എടി, എനിക്ക് ആ ജോലി കിട്ടിയില്ലടി. അത് പോണെങ്കിൽ പോട്ടെ, നമുക്ക് വേറെ നോക്കാം. അങ്ങനെയല്ല, ഞാൻ അത് പൈസ കൊടുത്ത് വാങ്ങിച്ചതാ. പൈസ കൊടുത്തോ? ആ ജോലിക്ക് വേണ്ടി ഞാൻ 5 ലക്ഷം കൊടുത്തു. നീ എന്തീ പറയണേ? എനിക്കറിയണ ഒരുത്തനായിരുന്നു. അവൻ പൈസ കൊടുത്ത ജോലി മേടിച്ചു തരാമെന്ന് പറഞ്ഞതാ. ഇപ്പം അവൻ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഞാൻ ആ കമ്പനിയിലേക്ക് വിളിച്ചു. 2 മാസമായിട്ട് അവിടെ റിക്രൂട്ട്മെൻ്റ് ഒന്നും നടന്നിട്ടില്ലെന്ന് അവർ പറഞ്ഞേ. നിനക്ക് ഇത്രയും പൈസ എവിടെ നിന്ന് കിട്ടിയേ? അത് ഞാൻ ഒരാളുടെ നിന്ന് കടം വാങ്ങിച്ചതാ. നീ ഇത് പപ്പോട് പറഞ്ഞാ? ഇല്ല, ഇപ്പം അവരാരും അറിയണ്ട. ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. അവനിവിടെ താമസിക്കുന്നതെന്ന് എനിക്കറിയാം. ഞാൻ എന്തായാലും അവിടെ വരെ ഒന്ന് പോവാ. പപ്പയമ്മയും ചോദിച്ചാൽ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി പോവാന്ന് പറഞ്ഞാൽ മതി. എലിയഷി, കെവിൻ അല്ലേ? എന്നെ മനസ്സിലായ? നമ്മൾ സിയോനിൽ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ട്, ഒരു കൂടായിരുന്നാളിന്. ഓർമ്മയില്ലേ? എവിടേക്കാ? ബാംഗ്ലൂർക്കാ. ബാംഗ്ലൂർ എന്താ ചെയ്യുന്നേ? ഒരു
ജോലിയുടെ കാര്യത്തിനാ. ആ, ഞാനും കുറച്ചാൾ ബാംഗ്ലൂരുണ്ടായിരുന്നു. കെവിൻ്റെ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ പപ്പയും മമ്മയും ഒരു പെങ്ങളും. മോളെ, അവൻ വിളിച്ചായിരുന്നോ? ഇല്ല പപ്പേ, കോള് റീച്ച് ആവള്ള. മോൾ ഒന്നുകൂടെ വിളിച്ചു നോക്കിയേ. കോള് കിട്ടള്ള പപ്പേ. എന്നാ ശരിടാ, കാണാം. ചേട്ടാ പേര്? റോഷൻ. എന്താണ് പ്രശ്നം? എത്ര ദിവസമായെന്നറിയാമോ മര്യാദയ്ക്കൊന്ന് ഉറങ്ങിയിട്ട്? കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു ജോലി. നല്ലൊരു ജോലിയില്ലെങ്കിൽ ആർക്കൊരു വിലയില്ല ചേട്ടാ. നമ്മൾ സിയോ മക്കളല്ലേ, എന്തിനാ മറ്റുള്ളവരെ ബോധിപ്പിക്കണേ? നീ അവനെ തന്നെയാണ് കണ്ടേ. അത് ഡെറിക്ക് തന്നെയായിരുന്നു. അവൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇനി എങ്ങനെ ഞാൻ 5 ലക്ഷം ഉണ്ടാക്കും? നീ ഒന്ന് സമാധാനിക്ക്, നമുക്ക് റെഡിയാക്കാം. അപ്പൻ എന്തായാലും ഒരു വഴി കാണിച്ചു തരുമെന്നേ. ഒരു കാര്യം ചെയ്യും, കുറച്ച് ദിവസം നീ എൻ്റെ കൂടെ വന്നേക്കാം. ഒന്ന് ഉഷാറാവടാ, നീ എത്ര ദിവസം ഇങ്ങനെ ഇരിക്കും? ചിറകുകൾ വിടരുന്നു, പതിവുകൾ മാറുന്നു.
നീറുമെന്നോർമകൾ മറയുന്നു. അകലെ മറയുന്നുവോ നിറനോവിൻ നിഴലുകൾ നീറുമെന്നോർമകൾ മറയുന്നു. ഹലോ, നീ എവിടെയാ? ഞാൻ ഇവിടെ എറണാകുളത്താ. എടാ നിനക്ക് പൈസ എന്ന ആള് വന്നിട്ടുണ്ടായിരുന്നു. ഏതോ ജോൺ സാമുവലോ അങ്ങനെ എന്തോ. എന്നിട്ട് ആളുടെ സംസാരം കേട്ടിട്ട് എനിക്ക് പേടിയാവുക. എടി പപ്പ അറിഞ്ഞാ? അവരോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. പപ്പ ഭയങ്കര ടെൻഷനില്ല. നീ പെട്ടെന്ന് വാ. നീ പേടിക്കാതിരിക്കേ, ഞാൻ വേഗം വരാം. ശരിടാ. എന്താ പ്രശ്നം? ആ വക്കീൽ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ആകെ സീനാന്നാ തോന്നണേ. അനിയത്തിയെ വിളിച്ചേ. എനിക്ക് എന്തായാലും ഒന്ന് വീട് വരെ പോകണം ചേട്ടാ. നീ ചെല്ലേ, പേടിക്കൊന്നും വേണ്ട. അപ്പം നിൻ്റെ കൂടെയുണ്ട്, എല്ലാം ശരിയാവും. എന്താടാ നിനക്ക് ഫോൺ വിളിച്ചെടുക്കാനൊരു മടി? സാറേ, പൈസ ഞാൻ തരാം. പൈസ തന്നത് ഞാനാണെങ്കിൽ അത് തിരിച്ചു മേടിക്കാൻ എനിക്കറിയാം. എനിക്ക് കുറച്ച് സമയം കൂടി തരണം. നിനക്ക് ഞാൻ സമയം തരടാ. നീ എന്താ വിചാരിച്ചേ പൈസ കാണിച്ചിട്ട് മുങ്ങാന്ന്? നിന്നെ പോലെ കൊറോണത്തിനെ കണ്ടിട്ടാടാ ഞാനിവിടെ വരെ എത്തിയത്. ഞാൻ നിൻ്റെ വീട്ടിൽ പോയിണ്ടായിരുന്നു. പൈസ നീ തന്നില്ലെങ്കിൽ അത് വാങ്ങിക്കേണ്ട വിധമൊക്കെ എനിക്കറിയാം.
കൊടുത്ത പൈസ തിരിച്ചു തന്നില്ലെങ്കിൽ ഇവൻ്റെ ജീവനിൽ തൊടാൻ നിനക്ക് ആരുടെ അധികാരം തന്നെ? ഇനി ഇവൻ്റെയോ ഇവൻ്റെ കുടുംബത്തിൻ്റെയോ മേൽ നിന്റെ ഒരു നിഴൽ പോലും വീണാൽ ശരിക്കും നിങ്ങൾ ആരാ? കെവിൻ, ഞാൻ നിന്നെ കണ്ടുമുട്ടിയത് യാദൃശ്ചികമായിരുന്നു എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ട്രെയിനിൽ വെച്ച് നീ എന്നെ കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നീ എപ്പോഴും നിനക്ക് വേണ്ടിയല്ലേ ജീവിച്ചിട്ടുള്ളത്. പക്ഷേ നിനക്ക് വേണ്ടി അധ്വാനിക്കുന്നൊരു ദൈവത്തെപ്പറ്റി നീ എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ അലച്ചിൽ നിന്റെ നാശത്തിന് തന്നെ കാരണമായി തീരുമെന്ന് അവിടുന്ന് അറിഞ്ഞിരുന്നു. അന്ന് തോബിയാസിൻ്റെ യാത്രയിൽ റഫായൽ വഴികാട്ടിയായതുപോലെ നിന്റെ ദൈവം നീ പോലും അറിയാതെ നിന്റെ എല്ലാ വഴികളിലും എന്നെ കാവൽ നിർത്തിയിരുന്നു. നീ കഷ്ടതയിലൂടെ കടന്നുപോയപ്പോഴും നിന്റെ ഓരോ ഞെരുക്കങ്ങളും അവിടുത്തേക്ക് അജ്ഞാതമായിരുന്നില്ല. നിന്റെ ഓരോ പ്രാർത്ഥനയും അവിടുന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നിന്റെ തകർച്ചയിൽ നീ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ അന്നു മുതൽ അവിടുന്ന് നിന്നിൽ പ്രസാദിക്കുവാൻ തുടങ്ങി. നിന്നോടൊപ്പമായിരുന്ന ഈ നാളുകളിലെല്ലാം ഞാൻ നിനക്ക് നൽകിയത് ദൈവകൽപ്പന പ്രകാരമുള്ള ഒരു ഛായാദർശനമായിരുന്നു. ഇതെല്ലാം ചെയ്തു തരാൻ അവിടുന്ന് നിന്നിൽ കണ്ടെത്തിയ കാരണം നിന്റെ നന്മകളോ നിന്റെ പ്രവൃത്തികളോ അല്ല. ഒരേ ഒരു കാരണമേ ഉള്ളൂ. നീ അവിടുത്തെ മകനാണ്. മനുഷ്യൻ കാണുന്നതല്ല, ദൈവം കാണുന്നത്. നിനക്കെല്ലാം നന്മയ്ക്കായി മാറ്റുന്ന ഒരപ്പൻ്റെ സ്നേഹമാണ് നിന്നെ ഇവിടം വരെ എത്തിച്ചത്. ഹലോ, നീ എവിടെയാ? ഇന്നലെ മുതൽ ഞങ്ങൾ ട്രൈ ചെയ്യുന്നതാണല്ലോ. ഞാൻ വന്നോണ്ടിരിക്കുക. നിന്റെ ടേബിളിൽ ഒരു ബാഗ് ഇരിപ്പുണ്ടല്ലോ. പപ്പ തുറന്നു നോക്കിയപ്പോ കുറച്ച് പൈസ ഉണ്ട്. ബാഗോ? ആ, ഒരു ബ്രൗൺ കളർ ബാഗ്. ഒരു